ഏറ്റവും ശക്തമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു പേരും വിമർശനങ്ങളും എന്ന് പറയുന്നത് BJP നേതാവ് എൻ രാധാകൃഷ്ണന് നേരെ ഉയരുന്നതാണ്. അതിന്റെ പേരിൽ വലിയ തോതിൽ വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ CPM-ന്റെ ശ്രീ SK സജീഷ് പറയുമ്പോഴും ഡോക്ടർ ജിൻഡോ ജോൺ പറയുമ്പോഴും എന്തുകൊണ്ട് എൻ രാധാകൃഷ്ണനെതിരെ കേസെടുക്കുന്നില്ല എന്നൊരു ചോദ്യം സ്വാഭാവികമായി അവിടെ ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും മുതിർന്ന ഒരു നേതാവിന് ഈ കാര്യങ്ങൾക്ക് ഇടനില നിൽക്കേണ്ടി വരുന്നതും ആ ഫണ്ട് കൊടുക്കും എന്ന് ഉറപ്പ് നൽകേണ്ടിയും വരുന്നത്? ഒന്ന്, എൻ രാധാകൃഷ്ണന്റെ പേരിൽ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്ന് CPM-ഉം കോൺഗ്രസ്സുകാരും കാര്യമായി ചോദിക്കുകയാണ്. എനിക്കതിൻ്റെ അകത്ത് പറയാനുള്ളത്, എൻ രാധാകൃഷ്ണന്റെ പേരിൽ തെളിവിൻ്റെ എന്തെങ്കിലും ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ, എൻ രാധാകൃഷ്ണനെ പ്രതിയാക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ, സ്വാഭാവികമായി സജീഷിൻ്റെ പാർട്ടി ഭരിക്കുമ്പോൾ ആ പോലീസ് ഇത് ചെയ്യാതിരിക്കില്ലല്ലോ. എൻ രാധാകൃഷ്ണന് എതിരെ കേരളത്തിൽ ഒരിടത്തും ഒരു പരാതിയില്ല. മറിച്ച് നജീബ് കാന്തപുരത്തിനെതിരെ അവിടെ പരാതിയുണ്ട്, പോലീസിൽ പരാതിയുണ്ട്. എൻ രാധാകൃഷ്ണൻ വണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പരാതിയില്ല. പോലീസിൽ ഏതെങ്കിലും ഒരു പരാതിയില്ലാതെ എൻ രാധാകൃഷ്ണനും ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട അനന്തകൃഷ്ണനുമായി അല്ലെങ്കിൽ സീഡ് സൊസൈറ്റിയുമായി എന്തെങ്കിലും സാമ്പത്തിക ട്രാൻസാക്ഷൻ ഇപ്പോൾ നമ്മുടെ ലാലി വിൻസെൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് പണം പോയി എന്ന് പറയുന്ന പോലെ എൻ രാധാകൃഷ്ണൻ്റെ അക്കൗണ്ടിലേക്ക് അനന്തകൃഷ്ണൻ പണം കൊടുത്തു എന്ന ഒരു തെളിവ് പോലീസിന് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് എൻ രാധാകൃഷ്ണൻ്റെ പേരിൽ കേസെടുക്കണമെന്ന് പറയുന്നത്? സ്വാഭാവികമാണ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ഒരു ഹൈക്കോടതി ജഡ്ജി അഡ്വൈസറായിട്ടുള്ള അല്ലെങ്കിൽ രക്ഷാധികാരിയായിട്ടുള്ള, കേരളത്തിലെ എല്ലാ ആളുകളും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സായി ഗ്രാമിൻ്റെ ചെയർമാൻ അനന്തകുമാർ ചെയർമാനായിട്ടുള്ള ഒരു കോൺഫെഡറേഷൻ, ഒരു NGO കോൺഫെഡറേഷൻ. ആ NGO കോൺഫെഡറേഷനിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നജീബ് കാന്തപുരത്തിൻ്റെ മാത്രമൊന്നുമല്ല, അല്ലെങ്കിൽ എൻ രാധാകൃഷ്ണൻ്റെ സൊസൈറ്റി മാത്രമല്ല, കേരളത്തിലെ എണ്ണം പറഞ്ഞ സംഘടനകൾ, NGO-കൾ, അത് മതസ്ഥാപനങ്ങൾ നടത്തുന്ന NGO-കൾ അടക്കമുള്ള NGO-കൾ ഈ സീഡ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ സ്കൂട്ടർ വിതരണം ചെയ്യുന്നുണ്ട്. കാരണം സ്വാഭാവികമായി ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അത് ഗുണകരമാണ് എന്ന് തോന്നുമ്പോൾ ഓരോരുത്തരും അത് ചെയ്യാൻ ശ്രമിക്കും. കോൺഫെഡറേഷനുമായി കരാറിൽ ഒപ്പുവെച്ചിരുന്നു എന്ന് എൻ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടില്ലേ? കഴിഞ്ഞ മെയ് മാസം വരെ പണം നൽകി എന്ന് പറഞ്ഞിട്ടില്ലേ? പക്ഷേ പൈസ എത്രയാണ് കൊടുത്തതെന്നൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് വാർത്താ സമ്മേളനം മാധു എൻ രാധാകൃഷ്ണൻ കരാർ ഒപ്പിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. കോൺഫെഡറേഷനിൽ അംഗമല്ല. നൂറോളം NGO-കൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു കോൺഫെഡറേഷനാണെന്നും അതിൻ്റെ ചെയർമാൻ സായി ഗ്രാമിൻ്റെ ചെയർമാൻ അനന്തകുമാറാണെന്നും ആ സംഘടനയുടെ മുഖ്യ രക്ഷാധികാരി ഹൈക്കോടതി മുൻ ജസ്റ്റിസാണ് എന്ന് പറയുമ്പോൾ, അത്തരമൊരു സംഘടന CSR ഫണ്ട് ഉപയോഗിച്ച് ഇങ്ങനെ പകുതി വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ നൽകുന്നു എന്ന് പറയുമ്പോൾ അത് ഫെസിലിറ്റേറ്ററായി അവരുടെ കൂടെ ഒരു എഗ്രിമെൻ്റ് വെച്ച് ആ സ്കീമിൻ്റെ ഗുണഫലങ്ങൾ നാട്ടുകാർക്ക്, പൊതുജനങ്ങൾക്ക് എത്തിക്കാൻ എൻ രാധാകൃഷ്ണൻ്റെ സൈൻ എന്ന് പറയുന്ന സംഘടന തയ്യാറായി എന്നുള്ളത് ശരിയാണ്. സൈനും ഈ കോൺഫെഡറേഷനുമായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂട്ടറിന് പണം നൽകി ആ പണം സീഡ് സൊസൈറ്റിക്ക് അയച്ചു കൊടുത്തിട്ടുമുണ്ട്. അതൊന്നും നിഷേധിക്കുന്നില്ല. എൻ രാധാകൃഷ്ണൻ പണം നൽകാമെന്ന് പറഞ്ഞെന്താ? എൻ രാധാകൃഷ്ണൻ ഈ രാജ്യത്തെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. ഒരു നേതാവ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരാൾ പോലും വഞ്ചിക്കപ്പെടരുത് എന്ന് നിർബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലം വിറ്റാണെങ്കിലും ഇത് കൊടുത്തു തീർക്കുമെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ സ്വന്തം സ്ഥലം വിറ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ് ജിൻഡോ? അതിനെന്താ നമുക്ക് ആർക്കും കടപ്പാടം വിറ്റ് പൈസ കൊടുക്കേണ്ടി വരില്ല. ഇപ്പൊ എൻ രാധാകൃഷ്ണനോട് തന്നെ മാധ്യമപ്രവർത്തകർ ഈ പ്രധാനമന്ത്രി ഷോൾ അണിയിച്ച ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കുന്നു. ഞാനും കൂടി ചോദിച്ചോട്ടെ. അപ്പോ അതിന് അദ്ദേഹം മറുപടി പറയുന്നില്ല. ഇതിപ്പോ വഴിയെ പോകുന്ന എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ലല്ലോ. ഏതാ പ്രധാനമന്ത്രി ഷാൾ അണിയിക്കുന്ന ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എൻ രാധാകൃഷ്ണന് വാർത്താ സമ്മേളനത്തിൽ ഉയർന്നിരുന്നു. അല്ല, അത് എൻ രാധാകൃഷ്ണൻ അതിനെങ്ങനെ മറുപടി പറയാൻ? സായി ഗ്രാമിൻ്റെ ഇപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട പ്രതിയാണ് സായി ഗ്രാമിൻ്റെ ചെയർമാൻ അനന്തകുമാർ. ആ സായി ഗ്രാമിന് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം എയ്ഡഡ് കോളേജ് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരും, കേരളത്തിൽ വരുന്ന എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരും സായിഗ്രാം സന്ദർശിക്കാറുണ്ട്. സായിഗ്രാം എന്ന് പറയുന്നത് ഈ തട്ടിപ്പ് പുറത്തു വരുന്നതുവരെ കേരളം അംഗീകരിച്ചിരുന്ന
ഒരു സാമൂഹ്യ നേതാവ് എന്നുള്ളത്, സാംസ്കാരിക നേതാവോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകനോ എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു പ്രധാനമന്ത്രിയെ കാണണമെന്ന് റിക്വസ്റ്റ് കൊടുത്താൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ ബിഷപ്പുമാർ റിക്വസ്റ്റ് കൊടുക്കാറുണ്ട്, ഇതുപോലെ സാമൂഹ്യ നേതാക്കന്മാർ റിക്വസ്റ്റ് കൊടുക്കാറുണ്ട്. ഇതൊന്നും ഇങ്ങനെയുള്ള റിക്വസ്റ്റുകളൊന്നും BJP വഴിയല്ല പോകുന്നത്. സ്വാഭാവികമായി ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ തലവൻ എന്നുള്ള നിലയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മതിച്ചിട്ടുണ്ടാവും. എൻ രാധാകൃഷ്ണനോ അല്ലെങ്കിൽ BJPയുടെ ഏതെങ്കിലും നേതാക്കന്മാരോ അവരുടെ ലിസ്റ്റിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ എല്ലാ വിവിധ സാമുദായിക സാമൂഹിക നേതാക്കന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട്. അത് BJP കൊടുത്ത ലിസ്റ്റിലുണ്ട്. അതല്ലാതെയുള്ള തരത്തിൽ നേരിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് റിക്വസ്റ്റ് അയച്ചിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. കാരണം ഈ പ്രധാനമന്ത്രി വരുമ്പോഴും ഇപ്പോൾ പിണറായി വിജയനെ കണ്ടിട്ടുണ്ട്, അനന്തകുമാറും അനന്തകൃഷ്ണനും ചേർന്ന്. അതിന്റെ ഫോട്ടോ പബ്ലിക് പൊതുസമൂഹം ആടുമാഞ്ചിയം രീതിയിൽ ഒരു തട്ടിപ്പ് നടത്തുന്ന ആൾക്ക് ചൂണ്ടിക്കാണിക്കാനും വിശ്വാസം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടൊപ്പം വരെയുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ സർവ്വജനങ്ങളെയും ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെയും വരെ അല്ല, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നല്ലോ എന്നാണ് പറയുന്നത്. അല്ല ഇതൊക്കെ ഇതിനല്ല ഈ സ്പെഷ്യൽ ബ്രാഞ്ചും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊക്കെ റിപ്പോർട്ട് കൊടുക്കണ്ടേ ഇത് കള്ളത്തരമാണെങ്കിൽ? ഈ കേരള പോലീസിൽ സ്പെഷ്യൽ ബ്രാഞ്ചും IB ഒക്കെ ഉണ്ടല്ലോ. കേരള പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ചും IBയും മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ ഒരു ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ആരൊക്കെ പങ്കെടുക്കണം, ആരൊക്കെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകണം, ആരൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടണം എന്ന കാര്യങ്ങളിൽ ഒരു പരിശോധന പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് നടത്താറില്ലേ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സാമൂഹിക സാമുദായിക നേതാക്കന്മാർ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നേരിട്ട് റിക്വസ്റ്റ് കൊടുക്കാം. ആ റിക്വസ്റ്റിനെ കുറിച്ച് അന്വേഷിക്കും, ഇവരാരാണ് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കും. അന്വേഷിക്കുമ്പോൾ അവരുടെ പേരിൽ ഒരു ക്രിമിനൽ ആന്റിസിഡന്റ് ഇല്ലാത്ത ആളുകളാണ് എങ്കിൽ, സാമൂഹികമായി അംഗീകാരമുള്ള ആളുകളാണ് എങ്കിൽ സ്വാഭാവികമായ സമ്മതം കൊടുക്കും. അത് അങ്ങനെ തന്നെയാണ് കേരളത്തിലെ ബിഷപ്പുമാർ കാണുന്നത്, മറ്റു സമുദായ നേതാക്കന്മാർ പ്രധാനമന്ത്രിയെ കാണുന്നത്.